താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ. അപ്പോ ഇത് ആക്ച്വലി ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. നമ്മുടെ എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വന്നിട്ട്, എക്സാം നടക്കാൻ ഒരു 1.5 വർഷം. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് വരാനും, ഇന്റർവ്യൂ നടക്കാനും ഇതിനൊക്കെ ഒരുപാട് ടൈം എടുത്തൊരു പ്രോസസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സ് എടുത്തു നോട്ടിഫിക്കേഷനിൽ ലിസ്റ്റ് വരാനായിട്ട്. അപ്പൊ അത്രയും കാലത്തൊരു വെയിറ്റ് ആയിരുന്നു. പിന്നെ അതിന് മുന്നേ ആയാലും നമ്മൾ പഠിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഒരുപാട് സന്തോഷം തോന്നി. മീൻസ് നമ്മൾ ചെയ്ത എഫേർട്ടിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായി എന്നുള്ളത് തോന്നി. അപ്പൊ അതായിരുന്നു ഫീലിംഗ്. എന്റെ വീട് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ എന്ന സ്ഥലത്താണ്. എന്റെ സ്കൂളിംഗ് എല്ലാം ഷൊർണൂർ തന്നെയായിരുന്നു. കാർമൽ CMI സ്കൂൾ ഷൊർണൂര്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിടെക് ചെയ്തത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം. അത് കഴിഞ്ഞ് എംടെക് ചെയ്തത് GC തൃശ്ശൂര്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ VLSI റിലേറ്റഡ് ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. അപ്പൊ അവിടെ ഒരു 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതും പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് എംടെക്കിന് വേണ്ടിയിട്ട് എംടെക്കിന് ഗേറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോഴാണ് ഞാൻ മാനിഫോൾഡ് എന്ന് പറഞ്ഞ പേര് ആദ്യം കേട്ടത്. ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ ഞാൻ അവിടെ വന്നിരുന്നു. അവരുടെ ഓഫ്ലൈൻ ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഇയർ റിപ്പീറ്റർ ബാച്ച്. അപ്പൊ അതെനിക്ക് ആക്ച്വലി അന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ കോളേജിൽ പഠിക്കാത്ത ഒരുപാട് കോൺസെപ്റ്റ്സ് എല്ലാം ഇവിടെ വന്നിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ അതിന് കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ എപിയുടെ കോച്ചിങ് നോക്കുന്ന സമയത്ത് സിലബസ് എല്ലാം ഗേറ്റ് ലെവലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ എക്സ്പീരിയൻസ് തന്നെ ഞാൻ മാനിഫോൾഡ് ഓർത്തെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു എപിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ മെയ്യിലായിരുന്നു മാനിഫോൾഡ് ഒരു മോക്ക് ഇന്റർവ്യൂ സെഷൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ടൈം നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും ചോദിച്ചു, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നു. ഒരു 30 മിനിറ്റ്സ് നീണ്ട ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിന്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ അവർ അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു. എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം അവർ പറഞ്ഞിരുന്നു. ആ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് റിയൽ ഇന്റർവ്യൂവിന് പോയതും റിയൽ ഇന്റർവ്യൂ ഫേസ് ചെയ്തത്. ഓക്കെ. എനിക്ക് പറയാനുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പ്രിപ്പറേഷൻ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. കാരണം AP എന്ന് പറഞ്ഞത് ഒരു വലിയൊരു എക്സാം ആണ്. ഗേറ്റ് സിലബസിനേക്കാളും കൂടുതലുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസ്. അത് മാത്രമല്ല ഗേറ്റ് 3 മണിക്കൂർ സമയം 65 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ APക്ക് 100 ക്വസ്റ്റ്യൻസും 1.5 മണിക്കൂറുമാണ്. കാൽക്കുലേറ്റർ ഇല്ല, ക്ലോക്ക് ഇല്ല. കുറെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലാതെ വായിച്ച് മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിലബസ് ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം. കാരണം നമുക്ക് അത്രയും സിലബസ് കവർ ചെയ്യണം. അത് മാത്രമല്ല അത്രമാത്രം പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ സ്പീഡ് 1.5 മണിക്കൂറിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് വിത്ത് ആക്യുറസി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഒരു ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് പ്രിപ്പറേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കൺഫർമേഷൻ വരെയോ അല്ലെങ്കിൽ അവസാനത്തെ 3 മന്ത്സോ 4 മന്ത്സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രമാത്രം നല്ലപോലെ കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം ഒരു നല്ല കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു മന്തിൽ തന്നെ ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. മാനിഫോൾഡിന്റെ ക്ലാസ്സസും അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം എക്സാമിന് ഒരു 1.5 വർഷത്തോളം നമുക്ക് റെഗുലർലി ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സസിന്റെ ടൈം എങ്ങനെയാന്ന് വെച്ചാൽ വൈകുന്നേരം 7 to 9 ആണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ പോർഷൻസ് തീർക്കാൻ വേണ്ടി രാവിലെയും ചിലപ്പോൾ 1 മണിക്കൂർ ഉണ്ടാവും. വൈകുന്നേരം ചിലപ്പോൾ ഒരു 7 to 10 വരെയൊക്കെ ഉണ്ടാവും. ഇത്രയാണ് മാക്സിമം ക്ലാസ് ഉണ്ടാവാറ്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. ലൈവ് തന്നെ. അതായത് റെക്കോർഡഡ് കഴിവതും കാണാറില്ല. അത്രയും എനിക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ റെക്കോർഡഡ് കാണാറുള്ളൂ. ലൈവ് ക്ലാസ്സസ് ആവുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ട്രാക്കിൽ ഉണ്ടാവാൻ പറ്റും. അപ്പൊ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ ഡിറക്ഷൻ കിട്ടും. അല്ലാതെ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഒരുപാട് റിസോഴ്സസ് നമുക്കുണ്ട്. പക്ഷെ നമുക്ക് എവിടെ പഠിക്കണം, ഏത് ഡെപ്ത് വരെ പോകണം എന്നൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിറക്ഷൻ കിട്ടും. അപ്പൊ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നത്തെ കാര്യം നമ്മൾ കോൺസെപ്റ്റ്സ് ആ സിലബസിലെ കോൺസെപ്റ്റ്സ് എല്ലാം നല്ലപോലെ മനസ്സിലാക്കുക. അത് നമ്മുടെ ക്ലാസ്സസ് കണ്ടാൽ മതി അല്ലെങ്കിൽ ബുക്സ് വായിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കാം.
പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു കീ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഗേറ്റ് AP സംബന്ധിച്ചിട്ടാണെങ്കിൽ ഗേറ്റ് ലെവൽ സിലബസ് പ്ലസ് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുമാണ്. അപ്പൊ അതെല്ലാം കവർ ചെയ്യുന്നത് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ 30 ഇയേഴ്സിലുള്ള ഈസിയും ട്രിപ്പിളും ഇൻസ്ട്രുമെന്റേഷൻ, അപ്പൊ ചില സബ്ജക്ട് ഒക്കെ ഇതിന് മൂന്നിന് കോമൺ ആവുമല്ലോ, അപ്പൊ അത്രയും 30 ഇയേഴ്സിലുള്ള ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മൾട്ടിപ്പിൾ ടൈംസ് ഒരു 3-4 വട്ടം റിപ്പീറ്റഡ്ലി ചെയ്തിട്ടുണ്ട്. കാരണം റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ കോൺസെപ്റ്റ്സ് മനസ്സിലാവും, സ്പീഡ് കൂടും, നമ്മുടെ ആക്യുറസി കൂടും, ക്വസ്റ്റ്യൻസ് ആയിട്ട് കൂടുതൽ ഫെമിലറൈസ് ആവും. അത് നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടും നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ക്ലാസ്സസ് എല്ലാം റെഗുലറായി കണ്ട് അത് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 30 ഇയേഴ്സിന്റെ ഗേറ്റ് ക്വസ്റ്റ്യൻസ്, അത് പോരാതെ ലാസ്റ്റ് 25 ഇയേഴ്സിലെ IAS ക്വസ്റ്റ്യൻസ്, പിന്നെ അതല്ലാതെ BSNL, DRDO, ISRO ഇങ്ങനത്തെ കുറെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ അതല്ലാതെ തന്നെ നല്ല നല്ല സൈറ്റ്സിലുള്ള ചില ക്വസ്റ്റ്യൻസ്, അതിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യണം എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടൈം അല്ല, ഒരുപാട് ടൈം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടി. അതായത് എക്സാം എങ്ങനെ വന്നാലും ഫേസ് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടി. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അത് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക, നമ്മുടെ സ്പീഡ്, ആക്യുറസി, കോൺഫിഡൻസ് എല്ലാം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AP എക്സാം കുറച്ചും കൂടി നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം ആണ്. 1.5 മണിക്കൂർ, 100 ക്വസ്റ്റ്യൻസ്, വാസ്റ്റ് സിലബസ്. അപ്പൊ ഞാൻ ആ ഒരു ടൈമിൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമുക്കറിയാം എക്സാം, PSC എക്സാം ഒക്കെ രാവിലെ ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു എക്സാമിന്റെ ഒരു 3-4 മാസം മുന്നേ രാവിലെ ആ ടൈമിൽ ഏകദേശം നമുക്ക് അറിയാലോ ഏത് ടൈം ആയിരിക്കും എക്സാം എന്ന്. അപ്പൊ ആ ടൈം എടുത്തിട്ട് ഞാൻ കുറെ ബുക്സ് എടുത്തിട്ട് റാൻഡം ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു എക്സാമിനേഷൻ ഒരു ഇത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ലാതെ മാനിഫോൾഡിന് ഒരുപാട് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അതായത് ഓരോ പോർഷൻസ് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അതുപോലെ ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രമാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാന്നുള്ളത്. കാരണം നമുക്കൊരു സിലബസ് ഉണ്ട്, അത് പഠിക്കാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ പ്രോപ്പറായി പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയായിരിക്കും. ലോകത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു എക്സാമിന് അങ്ങനെ ചോദിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺ പ്രീവിയസ് ഇതൊന്നും ഉണ്ടാവും. കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഏർലി പ്രിപ്പറേഷൻ, പിന്നെ ആ ഏർലി പ്രിപ്പറേഷൻ തന്നെ സസ്റ്റെയിൻ ചെയ്ത് റെഗുലർ ആയിട്ട് കോൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പറേഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പൊ ഗേറ്റ് ആണെങ്കിലും പാസ്റ്റ് ഇത്രയും, അതുപോലെ AP ആണെങ്കിലും, അതുപോലെ ഏത് എക്സാം ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പിന്നെ പ്രാക്ടീസ്, പിന്നെ കോൺഫിഡൻസ്, കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഫേസ് ചെയ്യുക. ഇതാണ് എനിക്ക് കൊടുക്കാനുള്ള ഗൈഡ് ലൈൻസ്.